നമസ്കാരം. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ ഫ്രീ ലേണിംഗ് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അമ്മു. ഞാൻ പഠിപ്പിക്കുന്നത് 3ാം ക്ലാസ്സിൽ ഇംഗ്ലീഷാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ യൂണിറ്റ് ഫസ്റ്റ് ടെൻഡർ ടച്ചിൻ്റെ ആക്ടിവിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്ത് വരുന്നത്. ആക്ടിവിറ്റി 13 വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ നമുക്കതിൻ്റെ ബാക്കി നോക്കാം. ആക്ടിവിറ്റി 14 എന്താണ്? അമ്മ, ഷാൽ ഐ ടേക്ക് സം ഉണ്ണിയപ്പം ടു സ്കൂൾ? സാഷ ആസ്ക്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്? അപ്പം സാഷയുടെ ഫേവറേറ്റ് സ്നാക്കാണ് ഉണ്ണിയപ്പം അല്ലേ? ആൻഡ് ഓൾസോ വി ഹാവ് എന്താണ് ഫേവറേറ്റ് സ്നാക്സ്. പക്ഷേ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് സ്നാക്ക് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് കൂട്ടുകാർക്ക് കൊടുക്കാൻ തയ്യാറാവുമോ? അത് ഒരുമിച്ച് കഴിക്കാനായിരിക്കില്ല നമ്മുടെ ഒരു ടെൻഡൻസി. പക്ഷെ ഇവിടെ എന്താണ്? സാഷ വാസ് റെഡി ടു ടേക്ക് ദ ഉണ്ണിയപ്പം ടു സ്കൂൾ ആൻഡ് ഷെയർ വിത്ത് അവർ ഫ്രണ്ട്സ്. സാഷയ്ക്ക് എന്തായിരുന്നു? ഉണ്ണിയപ്പം സ്കൂളിൽ കൊണ്ടുപോയി കൂട്ടുകാർക്ക് കൊടുക്കാൻ താല്പര്യമായിരുന്നു. നമ്മളോട് ചോദിക്കുകയാണ്, വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്? നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നത്? അപ്പം നമ്മൾ പറയും, എനിക്കൊന്നും ഷെയർ ചെയ്യാൻ താല്പര്യമില്ല, എനിക്കൊന്നും ആർക്കും കൊടുക്കുന്ന ഇഷ്ടമല്ല. അങ്ങനെയാണോ? അല്ലേ. നമ്മൾ പെന്നും പെൻസിലും ഒന്നും ഇല്ലാതെ വരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ നമ്മൾ പെന്നൊക്കെ കൊടുത്ത് സഹായിക്കാറുണ്ടല്ലേ? അത് തന്നെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ പെൻ ആൻഡ് പെൻസിൽ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എന്താണ് എൻ്റെ പേനയും പെൻസിലും ഒക്കെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല, ഇഷ്ടമാണ്. അടുത്ത രണ്ടാമത് എന്താണ്? ഐ വുഡ് ലൈക്ക് ടു ഷെയർ സ്വീറ്റ്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവരാണെങ്കിൽ എന്താണ് അതെനിക്ക് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യമാണ്, ഇഷ്ടമാണ് അല്ലേ? നിങ്ങളെ കൊടുക്കുമോ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നാൽ? അതോ എനിക്ക് മാത്രം വേണമെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്കിരുന്ന് കാണാതിരുന്ന് കഴിക്കുമോ? അല്ലേ, നിങ്ങൾ നല്ല കുട്ടികളാണ്, നിങ്ങൾ എല്ലാവരും കൊടുക്കും അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത് നോക്കിയാലോ. ആക്ടിവിറ്റി 16 ഒബ്സർവ് ദ പിക്ചേഴ്സ്, റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. ഇവിടെ കുറച്ചധികം നമ്മൾ നേരത്തെ പറഞ്ഞു, സാഷ ഒരു പിക്ചർ സ്റ്റോറി ബുക്കാണ് കവിതയ്ക്ക് പ്രസൻറ്റ് ചെയ്തത്. അപ്പോഴേ ഞാൻ പറഞ്ഞു അല്ലേ, പിക്ചർ സ്റ്റോറി ബുക്ക് എന്താണ്? ചിത്രങ്ങളോട് കൂടിയ എന്താണ് ഒരു സ്റ്റോറി ബുക്കാണ്. അതിൽ കഥയും കാണും ചിത്രങ്ങളും കാണും. അതുപോലെ ഇവിടെ പക്ഷേ കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഹിയർ ഇസ് നോ സ്റ്റോറി. നമ്മൾ എന്ത് വേണം? ഈ ചിത്രങ്ങൾ മനസ്സിലാക്കി നമ്മൾ എന്ത് വേണം? ഒരു സ്റ്റോറി എഴുതണം. കുറച്ച് പാടാണോ? ഹേയ്, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഓക്കെ, അപ്പോൾ ചിത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. എ ഗേൾ എന്താണ് ഒരു ബാസ്ക്കറ്റിൽ സം ഫ്രൂട്ട്സ് അതെയോ. ദെൻ അവൾ അതും കൊണ്ട് പോകുന്നു. ആൻഡ് എലിഫന്റ് ടേക്ക് വൺ ഫ്രൂട്ട് ഫ്രം ദി ബാസ്ക്കറ്റ്. ദെൻ എ മങ്കി ടേക്കൻ അനദർ ബനാന ഫ്രം ദി ബാസ്ക്കറ്റ്. ദെൻ ദി ജിറാഫ് ടേക്ക് എ പൈനാപ്പിൾ. എ പാരറ്റ് ടേക്കൻ അനദർ ഫ്രൂട്ട്. അറ്റ് ലാസ്റ്റ് ദി ബാസ്ക്കറ്റ് വാസ് എംപ്റ്റി. അല്ലേ? അവസാനം ബാസ്ക്കറ്റിൽ ഒന്നുമില്ല. ഓരോരോ മൃഗങ്ങൾ എന്ത് ചെയ്തു? അവളുടെ ബാസ്ക്കറ്റിൽ ഇരുന്ന കൂടയ്ക്കകത്തിരുന്ന ഓരോ ഫ്രൂട്ട് എടുത്തു. അവളാണെങ്കിൽ ഒന്നും അറിഞ്ഞതുമില്ല. തലയിൽ വെച്ചോട്ട് പോവല്ലേ, അവളൊന്നും അറിഞ്ഞതുമില്ല. പക്ഷെ അവസാനം അവൾ ഇങ്ങനെ വരുന്ന വഴിക്ക് എന്ത് ചെയ്തു? ഒരാട് നല്ല മാങ്ങകൾ പഴുത്ത് കിടന്ന ഒരു മരത്തിൽ എന്ത് ചെയ്തു? ഒരു ഇടിയം കിടിച്ചു. അപ്പോഴേക്കും എന്ത് ചെയ്തു? ആ മാങ്ങകളെല്ലാം പൊഴിഞ്ഞ് അവളുടെ കൂടയിൽ വീണു. അങ്ങനെ എന്താണ്, അവൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് പോയെങ്കിൽ അതിൻ്റെ ഇരട്ടി അവൾക്ക് എന്ത് ചെയ്തു? തിരികെ കിട്ടി അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ സ്റ്റോറി. ഇങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. നമുക്കൊന്ന് എഴുതാം അല്ലേ? മൈ ക്രിയേറ്റീവ് സ്പേസ്. നമുക്കിവിടെ സ്റ്റോറി ഒന്ന് എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. വൺസ് there lived a girl in a small village near a forest. Her name was Meena. She had 2 goats, Bittu and Mittu. One day, Meena went to her friend carrying a basket full of fruits to give to her. അപ്പം എന്താണ്? ഒരു പെൺകുട്ടി, ഫോറസ്റ്റിന് അടുത്തുള്ള ഒരു വില്ലേജിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി. അവൾക്ക് ആരുണ്ടായിരുന്നു? She has 2 goats. 2 ആടുകൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ബിട്ടു ആൻഡ് മിട്ടു. ആൻഡ് വാട്ട് വാസ് ഹർ നെയിം? അവളുടെ പേരെന്തായിരുന്നു? ഷീ ഈസ് മീന. അപ്പം മീനയ്ക്ക് ബിട്ടു എന്നും മിട്ടു എന്നും പറഞ്ഞ് 2 ആടുകൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവൾ എന്ത് ചെയ്യുകയാണ്? അവളുടെ ഒരു കൂട്ടുകാരിയെ കാണാനായി പോവുകയാണ്. വിത്ത് എ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് ഫ്രൂട്ട്സ്. വെറുതെ പോകാൻ പറ്റുമോ? ഇല്ല. ഒരു ബാസ്ക്കറ്റിൽ നിറയെ ഫ്രൂട്ട്സുമായിട്ടാണ് അവൾ പോകുന്നത്. ഷീ ഹാഡ് ടു ക്രോസ് ദ ഫോറസ്റ്റ് ടു റീച്ച് ഹർ ഫ്രണ്ട്സ് ഹൗസ്. ദേർ വർ മെനി ആനിമൽസ് ഇൻ ദ ഫോറസ്റ്റ്. ഈ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോകണമെങ്കിൽ ഷീ ഡെഫിനറ്റ്ലി ക്രോസ് ദ ഫോറസ്റ്റ്. അവൾക്ക് എന്ത് വേണം? ആ ഫോറസ്റ്റ് മറികടന്നേ എന്ത് ചെയ്യാൻ പറ്റൂ? ഫോറസ്റ്റിലൂടെ എന്ത് ചെയ്യാൻ പറ്റൂ? ഫ്രണ്ടിൻ്റെ വീട്ടിലെത്താൻ പറ്റൂ. ഒരു പ്രശ്നം എന്താണ്? ദ ഫോറസ്റ്റ് ഫുൾ ഓഫ് ആനിമൽസ് അല്ലേ? ഫോറസ്റ്റിൽ പിന്നെ ആരായിരിക്കും? വേറെ ആരെങ്കിലും ആണോ? അല്ല, മൃഗങ്ങളുണ്ട്, ധാരാളം മൃഗങ്ങളുണ്ട്. ദ ആനിമൽസ് സോ മീന വാക്കിംഗ് വിത്ത് എ ബാസ്ക്കറ്റ് ആൻഡ് ഡിസൈഡഡ് ടു ടേക്ക് ദ ഫ്രൂട്ട്സ് ഫ്രം മീനാസ് ബാസ്ക്കറ്റ്. അപ്പം നമ്മുടെ ആനിമൽസ് കണ്ടു മീന ഒരു കൂടയിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് വരുന്നത്. ആൻഡ് ദേ ഡിസൈഡഡ് ടു ടേക്ക് ദ ഫ്രൂട്ട്സ് ഫ്രം ദ ബാസ്ക്കറ്റ്. അവരെല്ലാവരും കൂട്ടം കൂടി തീരുമാനിച്ചു ഇവളുടെ കൂടയിലിരിക്കുന്ന പഴങ്ങളെല്ലാം എന്ത് വേണം? പറക്കിയെടുക്കണം എന്ന് തീരുമാനിച്ചു. ഫസ്റ്റ് ദ എലിഫന്റ് ടുക്ക് ദ ഓറഞ്ച്, ദെൻ ദ മങ്കി ടുക്ക് ദ ബനാന, നെക്സ്റ്റ് ദ ജിറാഫ് ടുക്ക് ദ പൈനാപ്പിൾ. അങ്ങനെ ആദ്യം ആര് ചെയ്തു?
നമ്മുടെ കരിവീരനായ ആന പോയി ഒരു ഓറഞ്ച് ഇങ്ങെടുത്തു. ദെൻ മങ്കി എന്ത് ചെയ്തു? ഒരു ബനാനയും എടുത്തു. ജിറാഫ് എന്ത് ചെയ്തു? പൈനാപ്പിളും എടുത്തു. ഓൾ അതർ ആനിമൽസ് ടുക്ക് ദ ഫ്രൂട്ട്സ് വൺ ബൈ വൺ. ബാക്കി എല്ലാവരും വന്ന് ഓരോന്നായിട്ട് അവരുടെ കൂടയിൽ നിന്ന് എടുത്തു. അറ്റ് ലാസ്റ്റ് ദ പാരറ്റ് ടുക്ക് ദ പ്ലം. അവസാനം പാരറ്റ് വന്ന് എന്ത് ചെയ്തു? ഒരു പ്ലംസ് ഉണ്ടായിരുന്നു, അതും എടുത്തു. ആൻഡ് ദ ബാസ്കറ്റ് വാസ് ഫൈനലി എംപ്റ്റി. അവസാനം അവളുടെ കൂടയിൽ വല്ലതും ഉണ്ടോ? ഇല്ല. നമ്മൾ ആ ചിത്രത്തിൽ കണ്ടു അല്ലേ, ഒന്നുമില്ല. മിട്ടു വാസ് വാച്ചിങ് ഓൾ ദിസ്. മിട്ടു ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. അല്ല, ആരാ ഈ മിട്ടു? ഓർമ്മയുണ്ടോ? മീനയുടെ 2 ആടുകളിൽ ഒരാളാണ് നമ്മുടെ മിട്ടു. He felt pity for Meena. When Meena reached near a mango tree, Mittu ran and shook the mango tree with his horns. അപ്പം എന്ത് ചെയ്തു? നമ്മുടെ മീനയെ ഓർത്ത് അവന് ഭയങ്കര സങ്കടം തോന്നി. മീനയാണെങ്കിൽ ഇതൊട്ട് അറിയുന്നുമില്ല. അവളുടെ കൂടയിലിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ഓരോരുത്തരായിട്ട് എടുത്തുകൊണ്ട് പോയത് അവളോട്ട് അറിയുന്നതുമില്ല. അങ്ങനെ അവൾ നടന്ന് ഒരു മാംഗോ ട്രീയുടെ അടുത്ത് എത്തിയപ്പോഴേക്കും നമ്മുടെ മിട്ടു എന്ത് ചെയ്തു? ഓടി പാഞ്ഞു ചെന്ന് അവൻ്റെ കൊമ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്തു? ആ മരത്തിൽ ഇടിച്ചിട്ട് എന്ത് ചെയ്തു? Causing many mangoes to fall into Meena's basket. When Meena reached her friend's house, she kept her basket down. She was surprised to see the basket full of mangoes. അപ്പോൾ എന്ത് ചെയ്തു? ഈ ഇടിച്ചപ്പോഴേക്കും എന്ത് സംഭവിച്ചു? നമ്മുടെ മാവിൽ നിന്നും നിറയെ മാങ്ങകൾ പൊഴിഞ്ഞ് നമ്മുടെ മീനയുടെ ബാസ്ക്കറ്റിലേക്ക് വീണു. അങ്ങനെ അവൾ എന്ത് ചെയ്തു? നടന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. കൂടെ എന്ത് ചെയ്തു? താഴെ വെച്ചപ്പോഴേക്കും അയ്യോ, അവൾ സർപ്രൈസ്ഡ് ആയി. എന്താ കാര്യം? കൂടെ നിറയെ മാങ്ങകൾ. അവൾ അങ്ങനെ വളരെയധികം സർപ്രൈസ്ഡ് ആയി. ഷി ഗിഫ്റ്റ് ദ സ്വീറ്റ് മാംഗോസ് ടു ഹർ ഫ്രണ്ട് ആൻഡ് ദേ ബോത്ത് വെർ വെരി ഹാപ്പി. അങ്ങനെ അവൾ എന്ത് ചെയ്തു? വളരെ സന്തോഷത്തോടുകൂടി ഈ മാങ്ങകളെല്ലാം അവളുടെ ഫ്രണ്ടിന് സമ്മാനിച്ചു. അങ്ങനെ അവരെല്ലാവരും എന്ത് ചെയ്തു? ഹാപ്പിയായി. ഡു യു ലൈക്ക് ദ സ്റ്റോറി? ഇഷ്ടമായോ? ഇപ്പം ഈ ഒരു സ്റ്റോറി എഴുതാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഇതുപോലെ വേറെ സ്റ്റോറികൾ കണ്ടെത്തി ചെറിയ സെൻറ്റൻസുകളായിട്ടൊക്കെ എഴുതാൻ നിങ്ങളും എന്ത് ചെയ്യുക? ഒന്ന് ശ്രമിക്കണം കേട്ടോ. അടുത്ത നോക്കൂ, ആക്ടിവിറ്റി 15 റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. നിങ്ങളുടെ വാക്കുകളിൽ എഴുതാനാണ്. ഇപ്പോൾ അങ്ങോട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ അല്ലേ? ഇനിയും കണ്ടെത്തി നിങ്ങൾ എഴുതാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ അടുത്ത ആക്ടിവിറ്റി നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഇത് പക്ഷേ നമുക്ക് പരിചയമുള്ള ഒരു പ്രവർത്തനമാണ്. നമുക്ക് പരിചയമുള്ള കുറച്ച് ചിത്രങ്ങളുമാണ്. ഫസ്റ്റ് സാഷയും സാഷയുടെ അമ്മയും ആണ് അല്ലേ? വാട്ട് ഡിഡ് സാഷാസ് മദർ ഡു? എന്താ സാഷയുടെ അമ്മ ചെയ്യുന്നത്? സാഷാസ് മദർ കോളിംഗ് ഹർ ടു വേക്കപ്പ് അല്ലേ? എഴുന്നേക്കാൻ വേണ്ടി വിളിക്കുകയാണ്. സെക്കൻഡ് വൺ, വാട്ട് വാസ് സാഷാസ് ഫാദർ ഡൂയിങ്? ഹി വാസ് മേക്കിംഗ് സം ഉണ്ണിയപ്പം വിച്ച് വാസ് സാഷാസ് ഫേവറേറ്റ് സ്നാക്ക് അല്ലേ? യെസ്. തേർഡ് വൺ, വാട്ട് ഡിഡ് സാഷ ഡു? സാഷ എന്തോ ചെയ്യുന്നത്? ക്ലാസ്സിൽ വന്നിട്ട് സാഷ ടേക്ക് ദ ടിഫിൻ ബോക്സ് ഫ്രം ദ ബാഗ് ആൻഡ് ഓപ്പൺ ഇറ്റ് ആൻഡ് ഷെയർ ദ ഉണ്ണിയപ്പം ടു ഓൾ ഹർ ഫ്രണ്ട്സ് അല്ലേ? സാഷ ക്ലാസ്സിൽ ചെന്നു, അവളുടെ ബാഗിൽ നിന്നും ടിഫിൻ ബോക്സ് എടുത്ത് അത് തുറന്ന് ഉണ്ണിയപ്പം എല്ലാവർക്കും കൊടുത്തു. ഫോർത്ത് വൺ, ഹു ഡിഡ് സാഷ സീ നിയർ ദ ഡോർ? സാഷ ആരെയാണ് കണ്ടത്? യെസ്, എ ഗേൾ സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ സൈഡ്. ഡോറിൻ്റെ അടുത്തായിട്ട് ഒരു പെൺകുട്ടി നിൽക്കുന്നതാണ് ആര് കാണുന്നത്? സാഷ കാണുന്നത്. ഫിഫ്ത്ത് വൺ, വാട്ട് ഡിഡ് സാഷ ആൻഡ് നവീൻ ഹർ? By walking their home in the evening, they heard a song അല്ലേ? ഒരു പാട്ട് കേൾക്കുന്നു. അത് അന്ന് അവരങ്ങോട്ട് ക്ലാസ്സിൽ പഠിച്ച പാട്ടും അല്ലേ? They heard a song from the forest side. അപ്പോൾ അവർക്ക് ആകാംക്ഷയായി, ആരാണത് പാടുന്നതെന്ന് കണ്ടെത്താനുള്ള അല്ലേ? സിക്സ്ത് വൺ, വാട്ട് ഡിഡ് സാഷ ഗീവ് കവിത? By seeing Kabita and by hearing the song from Kabita, they too are very happy. And Naveen congratulated Kabita and Sasha gave a gift to Kabita. That was a picture story book. അല്ലേ? കവിതയെ അവർ കണ്ടെത്തിയപ്പോഴേക്കും അവർക്ക് രണ്ടുപേർക്കും സന്തോഷമായി. കവിതയുടെ പാട്ട് കേട്ട് നമ്മുടെ നവീൻ കവിതയെ അപ്രിഷ്യേറ്റ് ചെയ്തു. സാഷയ്ക്കാണെങ്കിലോ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തോളാൻ വയ്യായിരുന്നു അല്ലേ? സാഷ അങ്ങനെ എന്ത് ചെയ്തു? ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് അവൾക്ക് സമ്മാനിക്കുകയും ചെയ്തു. സെവൻത് വൺ, വാട്ട് ഹാപ്പൻഡ് ഇൻ ദ സ്കൂൾ അസംബ്ലി? എന്താണ് സ്കൂൾ അസംബ്ലിയിൽ സംഭവിച്ചത്? ആൻഡ് സാഷ ഇൻഫോംഡ് അനുപമ ടീച്ചർ ടു അഡ്മിറ്റ് എ ന്യൂ സ്റ്റുഡൻറ് ഇൻ ദ സ്കൂൾ ആസ് എ റിക്വസ്റ്റ് അല്ലേ? ഒന്ന് അഭ്യർത്ഥിച്ചു. അനുപമ ടീച്ചറിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ട കാര്യം. ആൻഡ് അനുപമ ടീച്ചർ ടോൾ ദ സെയിം തിങ് ടു ഹെഡ് മാസ്റ്റർ. അനുപമ ടീച്ചർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആരോട് പറഞ്ഞു? ഹെഡ് മാസ്റ്ററിനോട് പറഞ്ഞു. ആൻഡ് ഹി അഡ്മിറ്റ് ദ ഗേൾ ഇൻ ദ സ്കൂൾ. അദ്ദേഹം കവിതയ്ക്ക് എന്ത് ചെയ്തു? സ്കൂളിൽ ഒരു അഡ്മിഷൻ കൊടുത്തു. അങ്ങനെ കവിതയെ അസംബ്ലിയിൽ മറ്റു കുട്ടികളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീനാണ് ഇത് അല്ലേ? ഹെഡ് മാസ്റ്റർ വെൽക്കംഡ് കവിത ആൻഡ് ഹർ പേരൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഇൻ ദ സ്കൂൾ അസംബ്ലി അല്ലേ? അതാണ് ഇവിടെ കാണിക്കുന്നത്. എട്ടാമത്തത്, എവരിബഡി ബിക്കം ഹാപ്പി.
എല്ലാവർക്കും സന്തോഷമായോ? നിങ്ങൾക്ക് സന്തോഷമായോ? അതെ, അങ്ങനെ എന്തായാലും എല്ലാവർക്കും സന്തോഷമായി. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ചെറിയ സെന്റൻസുകളാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതി ആക്ടിവിറ്റി എഴുതാനായിട്ട് ഒരു സ്പേസ് ടെക്സ്റ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് എഴുതി ഈ കഥയെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റീകാസ്റ്റ് ചെയ്യാം. നിങ്ങളുടേതായ സെന്റൻസിൽ ഒന്ന് മാറ്റി എഴുതാം. ഒന്ന് ശ്രമിച്ചു നോക്കണേ. കഴിഞ്ഞ ആക്ടിവിറ്റിയിൽ ഞാൻ നിങ്ങളെ സഹായിച്ചതുപോലെ വീട്ടിൽ മുതിർന്നവരുടെ സഹായത്തോടു കൂടി ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രമിക്കണം. അടുത്ത് നോക്കൂ, റീഡ് ആൻഡ് റീജോയ്സ്. നമുക്ക് വായിച്ച് ആസ്വദിക്കാൻ വേണ്ടി ഒരു കഥ ഇവിടെ തന്നിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, പേടിക്കണ്ട. പടം കാണുമ്പോഴത്തേക്ക് നിങ്ങൾ പേടിക്കും, അയ്യോ അടുത്ത ആക്ടിവിറ്റി ആണോ കഥ എഴുതാനുള്ള? അല്ല കേട്ടോ, ഇത് നമുക്ക് വായിച്ച് ആസ്വദിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. നോക്കാം. ദിസ് ഈസ് റിങ്കു. All his friends have gone from school, from school. He is waiting for his father. ഇപ്പം എന്താണ്, ഇതാരാണ്? ദിസ് ഈസ് റിങ്കു. റിങ്കു അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വീട്ടിൽ പോയി. ബട്ട് ഹി വാസ് സ്റ്റിൽ വെയിറ്റിംഗ് ദെയർ ഫോർ ഹിസ് ഫാദർ. അവനവിടെ ഇരിക്കുകയാണ്. ആരെ കാത്താണ്? അവൻ്റെ അച്ഛനെ കാത്ത് അവിടെ ഇരിക്കുകയാണ്. കിയോ കിയോ. റിങ്കു ഹേർഡ് സൗണ്ട്. പെട്ടെന്ന് അവനൊരു സൗണ്ട് കേട്ടു. എന്ത് സൗണ്ട്? കിയോ കിയോ എന്നൊരു സൗണ്ട് കേട്ടു. ഇറ്റ് വാസ് എ ക്രൈ ഓഫ് എ ലിറ്റിൽ ബേർഡ്. ഇറ്റ് കെയിം ഫ്രം എ പൈൽ ഓഫ് ഡ്രൈഡ് ലീവ്സ്. അപ്പം എന്താണ്, ഒരു കുഞ്ഞു പക്ഷിയുടെ സൗണ്ടായിരുന്നു. അതിന് ചുറ്റും എന്താണ്, കുറച്ച് ഉണങ്ങിയ ഇലകളൊക്കെ വീണ് കിടപ്പുണ്ട്. അവൻ എവിടുന്നോ വന്ന് വീണതായിരിക്കും അല്ലേ? നോക്കാം. റിങ്കു സാറ്റ് ഓൺ ഹിസ് നീ. ഹി ഗ്രോപ്ഡ് ത്രൂ ദ ലീവ്സ്. ഹിസ് ഹാൻഡ് സ്റ്റംബിൾഡ് ഓൺ എ പുവർ ലിറ്റിൽ ബേർഡ്. അപ്പോൾ എന്ത് ചെയ്തു, അവനവിടെ മുട്ടുകുത്തിയിരുന്ന് ആ ഇലകളൊക്കെ മാറ്റി ആ ബേർഡിനെ അവൻ എന്ത് ചെയ്തു, കയ്യിലെടുക്കുകയാണ്. മ്യാവ് മ്യാവ്. റിങ്കു ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് എ കാറ്റ്. പെട്ടെന്ന് അവിടെ ആര് വന്നു? മ്യാവ് മ്യാവ്. ഒരു കാടൻ പൂച്ച ആണോ? അവൻ അവിടെ വന്നു. പെട്ടെന്ന് റിങ്കുവിന് മനസ്സിലായി, ഒരു പൂച്ച വന്നു എന്ന് മനസ്സിലായി. വിൽ ഇറ്റ് ക്യാച്ച് ദ ചിക്ക്? ഹി വറീഡ്. ഹി ത്രൂ എ സ്റ്റോൺ അറ്റ് ദ കാറ്റ്. അയ്യോ, ഈ പക്ഷീനെ, ഈ ചിക്കിനെ ഈ പൂച്ച പിടിക്കുമോ? അയ്യോ, പേടിയായി. അവൻ എന്ത് ചെയ്തു, ഒരു കല്ലെടുത്ത് ആ പൂച്ചയെ എറിഞ്ഞു. റിങ്കു ജെന്റ്ലി പിക്ക് ദ ബേബി ബേർഡ്. വെർ ഇസ് ഹിസ് നെസ്റ്റ്? വെർ ഇസ് എ മദർ ബേർഡ്? ഹി ലിസൺ കെയർഫുള്ളി. ഫൈനലി ഹി ലൊക്കേറ്റഡ് ദ ട്രീ. അവൻ എന്ത് ചെയ്തു, പതിയെ ആ പക്ഷിയെ, ആ ലിറ്റിൽ ബേർഡിനെ കയ്യിലെടുത്ത് വെച്ചിട്ട് അവൻ ആലോചിക്കുകയാണ്, എന്താണ്, വേർ ഇസ് ഹിസ് നെസ്റ്റ്? ഇതിൻ്റെ കൂടെ എവിടെ ആയിരിക്കും? വേർ ഇസ് ഹിസ് മദർ ബേർഡ്? ഇവൻ്റെ അമ്മ എവിടെ ആയിരിക്കും? ആൻഡ് ഹി കെയർഫുള്ളി ലിസൺഡ്. അവൻ വളരെ ശ്രദ്ധിക്കുകയാണ് സൗണ്ട്. അങ്ങനെ ഫൈനലി എന്ത് ചെയ്തു, ഹി ലൊക്കേറ്റഡ് ദ ട്രീ. അവന് മരം എവിടെയാണെന്ന് ഏകദേശം മനസ്സിലായി. ഈ കിളി ഏത് മരത്തിൽ നിന്നാണ് വന്ന് വീണതെന്ന് മനസ്സിലായി. Ringu put the bird in his pocket. He climbed onto the top of the tree. He felt the branches and leaves with the hands to find the nest. At last he found the nest. അപ്പോൾ എന്താണ്, റിങ്കു ഈ കിളിക്കുഞ്ഞിനെ അവൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ട് പതിയെ ആ മരത്തിൽ പിടിച്ച് കയറി. പകുതി കയറിയപ്പോഴേക്കും അവന് കയ്യിൽ എന്ത് ചെയ്തു, കൊമ്പുകളൊക്കെ വന്നു. ആ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ കയ്യിൽ തട്ടി, ഇലകളൊക്കെ തട്ടി. അങ്ങനെ അവൻ എന്ത് ചെയ്തു, ഫൈനലി ഹി ഫൗണ്ട് ദ നെസ്റ്റ്. അവസാനം അവൻ എന്ത് ചെയ്തു, ആ കിളിയുടെ കൂട് കണ്ടെത്തി. റിങ്കു took the bird out of the pocket. He carefully placed it in the nest. The baby bird chirped happily. അങ്ങനെ നെസ്റ്റ് കണ്ടെത്തിയ സ്ഥിതിക്ക്, കൂട് കണ്ടെത്തിയ സ്ഥിതിക്ക് റിങ്കു എന്ത് ചെയ്തു, കെയർഫുള്ളി പിക്ഡ് അപ്പ് ദ ബേബി ബേർഡ് ആൻഡ് എന്ത് ചെയ്തു, ആ കൂട്ടിലേക്ക് എന്ത് ചെയ്തു, അവൻ പ്ലേസ്ഡ് ഇൻ ഇറ്റ്. ആ കൂട്ടിലേക്ക് അതിനെ വെച്ചു. ആൻഡ് ദ ബേബി ബേർഡ് ചിർപ്ഡ് ഹാപ്പിലി. അവൻ എന്ത് ചെയ്തു, പതിയെ ചിറകടിച്ച് എന്താണ്, സന്തോഷത്തോടെ ചിറകടിച്ചു. The mother bird looked at the boy thankfully, but he couldn't see the bird. He was blind. മദർ ബേർഡ് എന്ത് ചെയ്തു, ആ കുട്ടിയെ വളരെ നന്ദിപൂർവ്വം ആ കുട്ടിയെ നോക്കി. പക്ഷെ അവനത് കാണാൻ സാധിച്ചില്ല. കാരണം എന്തായിരുന്നു, ഹി വാസ് ബ്ലൈൻഡ്. നിങ്ങൾക്കും തോന്നിയില്ലേ, ഈ കഥ വായിച്ചപ്പോൾ തന്നെ റിങ്കു എന്തിനാ ഈ തപ്പിത്തടഞ്ഞൊക്കെ കയറുന്നത്? അവനങ്ങോട്ട് നോക്കിയാൽ പോരെ? അവൻ ആ പക്ഷിയുടെ കൂടെ എവിടെയാന്ന് ശ്രദ്ധിച്ചത് എന്തോത്തിനാ? അവനെ നടന്ന് നോക്കിയാൽ പോരെ എന്നൊക്കെ നമുക്ക് തോന്നി കാണൂലേ കഥയിൽ സംശയങ്ങൾ. എന്തായിരുന്നു അങ്ങനെ തോന്നാനുള്ള കാരണം? അവൻ അങ്ങനെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാനുള്ള കാരണം എന്തായിരുന്നു? അവന് കണ്ണ് കാണില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്, ശബ്ദങ്ങളിലൂടെ തിരിച്ചറിഞ്ഞത്. അപ്പം ആ കാറ്റ് വന്നപ്പോഴെന്താണ്, ശബ്ദങ്ങളിലൂടെ തിരിച്ചറിഞ്ഞതും മരവും എല്ലാം എന്ത് ചെയ്തു, അവൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നല്ല അവൻ എന്താണ്, ശബ്ദങ്ങളിലൂടെയാണ് തിരിച്ചറിഞ്ഞത്. ബിക്കോസ് ഹി വാസ് ബ്ലൈൻഡ്. നമുക്ക് വായിച്ച് കഥ ആദ്യമൊക്കെ കേട്ട് വന്നപ്പോൾ നല്ല സന്തോഷം തോന്നിയില്ലേ? അവനെ പക്ഷി കുഞ്ഞിനെ രക്ഷിച്ചു. നമ്മളും ഇപ്പോൾ അവനായിട്ടൊക്കെ സങ്കല്പിച്ച് കാണുമില്ലേ? അവൻ്റെ സ്ഥാനത്ത് നമ്മളെയൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കാണും, ഇമാജിൻ ചെയ്ത് കാണും. ബട്ട് അറ്റ് ലാസ്റ്റ് നമുക്ക് എന്താ, ചെറിയൊരു സങ്കടം തോന്നിക്കാണും. പക്ഷെ സാരമില്ല, ഇതൊരു കഥയല്ലേ, പോട്ടെ. അറ്റ് ലാസ്റ്റ് വി ഹാവ് എ പോം. ഈ ഒരു പോയത്തോടെ നമ്മുടെ ഈ ഒരു യൂണിറ്റ് അവസാനിക്കുകയാണ്. സോ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ ഒരു പോം എന്ത് ചെയ്യാം, ഒന്ന് പാടാം. പാടി സന്തോഷത്തോടെ നമുക്ക് ഈ യൂണിറ്റ് വൈൻഡപ്പ് ചെയ്യാം.
ഓക്കെ, അപ്പൊ എന്താണ്, കുറച്ച് കൂട്ടുകാർ ഒരുമിച്ചിരിക്കുകയാണ് ആൻഡ് ദേ പ്ലേ ടുഗദർ അല്ലേ, അവർ ഒരുമിച്ചിരുന്ന് എന്തൊക്കെയാണ് കളിക്കുകയാണ്. ആൻഡ് ദേ ഓൾ ആർ ഇൻ യൂണിഫോം അല്ലേ, എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇവർ സ്കൂളിൽ ഇരുന്നല്ലേ കളിക്കുന്നത്. സോ ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, നമുക്ക് എന്താവാം, ഫ്രണ്ട്സ് ആവാം. എന്താ പാട്ട്, ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, ലെറ്റ്സ് പ്ലേ ടുഗദർ, ഹാവിങ് ഫൺ all together, let's be friends, let's play together, having fun all together. Your turn, then my turn, let's share and say thank you. Your turn, then my turn, let's share and say thank you. Your turn, then my turn, sharing is caring is what we do. Let's be friends, let's play together, having fun all together. Let's be friends, let's play together, having fun all together. അപ്പോ നിങ്ങളുടെ കൂട്ടുകാരോടൊത്ത് ചേർന്ന് ഈ പാട്ട് പാടി രസിക്കണം. അപ്പോ ടെൻഡർ ടച്ച് എന്ന് പറഞ്ഞ ഈ ഒരു യൂണിറ്റിന്റെ ലാസ്റ്റ് പോയത്തോടു കൂടി നമ്മൾ ഈ ഒരു യൂണിറ്റ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഈ പാഠം മനസ്സിലായെന്നും ആസ്വദിച്ചുവെന്നും എൻജോയ് ചെയ്തെന്നും ഒക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത പുതിയൊരു പാഠവുമായി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു.